21 ഡേയ്സ് മിറർ വർക്ക് പ്രാക്ടീസ് ഡേ 13. 12 ദിവസത്തെയും വീഡിയോസ് കാണാത്തവർ തീർച്ചയായും അത് കാണുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ ദിവസം തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്. എങ്ങനെയാണോ നിങ്ങളുടെ പ്രഭാതം പോസിറ്റീവിലൂടെ എങ്ങനെ നല്ല മാറ്റങ്ങൾ വരുത്താമെന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. പ്രഭാതം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ ദിവസം മുഴുവൻ. ഉറക്കമുണരുമ്പോൾ നമ്മുടെ ആദ്യ ചിന്ത അവനവനെക്കുറിച്ച് നല്ല ചിന്തയാണോ അതോ ചുറ്റുപാടുകളെക്കുറിച്ച് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്. അതേപോലെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പം കഴിക്കുമ്പം ഒക്കെ നമ്മുടെ ചിന്ത എന്താണോ അതാണ് ആ ദിവസം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ആ ദിവസം നല്ലതാണെന്ന് സ്വയം സങ്കല്പിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഈ ദിവസം എനിക്ക് ഏറ്റവും മനോഹരമാണ്. ഞാൻ എന്ത് ചെയ്താലും ഇന്ന് പോസിറ്റീവ് എനർജിയാണ് എന്നിൽ നിറയുക എന്നുള്ള വിശ്വാസത്തോടുകൂടെ നിങ്ങളായിരിക്കുക എന്നതാണ്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ 1 മണിക്കൂർ നിങ്ങൾ പോസിറ്റീവായി നിലനിർത്തിയാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നല്ലൊരു എനർജി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എഫർമേഷൻ പറയുക, ഗോൾ സെറ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ 1 മണിക്കൂറിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ രാവിലെ നേരത്തെ ഓഫീസിൽ പോകുന്ന ആളുകളുണ്ടാവും, വീട്ടമ്മമാരാണെങ്കിൽ ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുൻപേ 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ ആ 1 മണിക്കൂർ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, അഫർമേഷൻ പറയാം, മെഡിറ്റേഷൻ ചെയ്യാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് സമയം കണ്ടെത്താം. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെയുള്ള നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, അതാണ് ആ ദിവസം മുഴുവൻ നമ്മെ നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് പറയുന്നത്. ചുറ്റിലുള്ള എല്ലാത്തിനും നന്ദി പറയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആവും. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സ്നേഹമുള്ള ചിന്തയായിരിക്കണം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് ഈ ആഹാരം എന്നെ പരിപോഷിപ്പിക്കുന്നു. ഓഫീസിൽ പോകുമ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഏറ്റവും മികച്ചതാണ് എന്നാണ് നമ്മൾ ഉറക്കെ സ്വയം പ്രഖ്യാപിക്കേണ്ടത് എന്ന് നമ്മൾ വിശ്വസിക്കണം. ആദ്യത്തെ ആ 1 മണിക്കൂറില്ലേ, അത് വളരെ നല്ല രീതിയിൽ ചിലവഴിക്കുക. രാവിലെ കുറച്ച് തിരക്കിലാണ് നിങ്ങൾ എങ്കിൽ 15-20 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നന്നായി പറയുക. പിറ്റേ ദിവസം അഫർമേഷൻ പറയുക. അങ്ങനെ നമുക്ക് സമയം കണ്ടെത്താം. രാവിലെ സമയമുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം നീക്കി വെക്കുക. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് ഈ ആഹാര വസ്തുക്കളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സഹായിച്ചത് പണമുള്ളത് കൊണ്ടാണല്ലേ. അപ്പോൾ പണത്തിന് നമ്മൾ നന്ദി പറയുക. അതേപോലെ ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അത് വിപണിയിൽ കൊണ്ട് വിൽക്കുന്നവർ, അതേപോലെ അതുണ്ടാക്കിയവർ, കർഷകർ, അവർക്കൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളത് നന്ദി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. ഇന്ന് ഞാൻ വിസ്മയകരമായ ദിവസം സൃഷ്ടിക്കുകയാണ്, വിസ്മയകരമായ ഭാവനയും എന്നിങ്ങനെ നിങ്ങൾ ആ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വിധിയിലൊക്കെ വിശ്വസിക്കുന്നവരാണല്ലേ. പലരും പറയാറുണ്ട് ഈശ്വരൻ തലയിൽ എഴുതിയ വര അത് നന്നാവണം, അതുപോലെ ഇരിക്കും കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതം എന്നാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെ, വിശ്വാസങ്ങളിലൂടെ നമ്മുടെ ജീവിതം നമുക്ക് നല്ലതാക്കി തീർക്കാം. അപ്പോൾ വിധി നിർണ്ണയിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മിറർ വർക്ക് എന്ന് പറയുന്നത്, മിറർ എടുക്കുക. ആദ്യത്തെ ടാസ്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. ഉറക്കം നന്നായി തന്നതിന് നന്ദി പറയുക. ഈ ഒരു ദിവസം എനിക്ക് നല്ലൊരു ദിവസമാക്കി തന്നതിന് നന്ദി പറയുക. എനിക്ക് ഇന്ന് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ണാടി നോക്കി പറയുക. 2-3 മിനിറ്റ് റിലാക്സ്ഡ് ആയിരിക്കുക.
അഫർമേഷൻ കൊടുക്കാം. ഹൃദയത്തിൽ ഫീൽ ചെയ്യുക, നിങ്ങളെ കാണുകയാണ്. എന്നിട്ട് സ്വന്തം പേര് പറഞ്ഞുകൊണ്ട് പറയുക, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് രശ്മി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. കണ്ണാടി നോക്കി നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയുക. അടുത്തത് നമ്മൾ ജേർണലൈസിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ പോസിറ്റീവായി നിലനിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ കാര്യങ്ങൾ, സന്തോഷം നിലനിർത്താൻ നിങ്ങൾ ഉപയോഗിച്ച ടൂളുകൾ, എഫർമേഷൻസ് എല്ലാം എഴുതുക. പിന്നെ അതേപോലെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, യാത്രയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, ഡ്രസ്സ് ചെയ്യുമ്പോൾ പറയേണ്ടത് ഇപ്രകാരമാണ്: നീ ഇന്ന് വളരെ സ്മാർട്ടായിരിക്കുന്നു, നിന്നെ കണ്ടുമുട്ടുന്ന എല്ലാവരും വളരെ മനോഹരമെന്ന് നിന്നോട് പറയുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ, എൻ്റെ ശരീരത്തെ ഈ ആഹാരം പരിപോഷിപ്പിക്കുന്നു. അതേപോലെ നമ്മൾ യാത്രയിലായിരിക്കുന്ന സമയത്ത്, ഞാൻ പോകുന്നിടത്തെല്ലാം പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു, ഞാൻ സുരക്ഷിതയായി ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചെത്തുന്നു. ഇങ്ങനെ ജേർണലൈസിങ് ചെയ്യുക. നമുക്ക് മുന്നിൽ ഒരു പുതിയൊരു വാതിൽ തുറക്കുകയാണ്. ഐ ഓപ്പൺ ന്യൂ ഡോർസ് മൈ ലൈഫ്. ഞാൻ പുതിയ വാതിലുകൾ തുറക്കുകയാണ്. ആവശ്യമില്ലാത്ത വാതിലുകൾ അടഞ്ഞിരിക്കും. പുതിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ കൊണ്ടുവരികയാണ്. പുതിയ വാതിൽ വിസ്മയകരമായ മാറ്റം കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ സ്വയം സങ്കല്പിക്കുക. അപ്പോൾ ഇതാണ് 13-ാം ദിവസത്തിലെ മിറർ വർക്ക് പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസുകളെല്ലാം ചെയ്യുക. മിറർ വർക്കിലൂടെ നിങ്ങളുടെ ഒരു 85% പ്രോബ്ലംസും കഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Day 14 അടുത്തൊരു ദിവസമായിട്ട് വരാം. താങ്ക് യു.